നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറി നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ, IC ബാലകൃഷ്ണനും KA തുളസി, OJ ജനീഷ് എന്നിവർ മന്ത്രിസഭയിലേക്ക്. സണ്ണി ജോസഫിന് റവന്യൂ, AP അനിൽകുമാറിന് ആരോഗ്യം, K മുരളീധരന് വൈദ്യുതി വകുപ്പ്, വിഷ്ണുനാഥിന് ടൂറിസം, T സിദ്ദിഖിന് വനം വകുപ്പ്. സത്യപ്രതിജ്ഞ നാളെ രാവിലെ 10 മണിക്ക്. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ പിണറായി വിജയനും MV ഗോവിന്ദനും രൂക്ഷ വിമർശനം. ഇത്തവണ പിണറായി വിജയൻ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നായേനെന്നും പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കിയത് നൂറ്റാണ്ടിന്റെ മണ്ടത്തരമാണെന്നും വിമർശനം. മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ച് വെള്ളാപ്പള്ളി നടേശൻ. യോഗനാഥം എഡിറ്റോറിയലാണ് രൂക്ഷ വിമർശനം. മലബാർ കലാപവും മാറാടും മറക്കില്ലെന്ന തലക്കെട്ടിലാണ് എഡിറ്റോറിയൽ. അധികാരം ഉറപ്പായതോടെ മുസ്ലിം ലീഗ് കടുത്ത ഹിന്ദു വിരുദ്ധതയിലേക്ക് മാറിയെന്നും UDF അധികാരത്തിലേറും മുൻപ് മുസ്ലിം ലീഗ് കേരളം ഭരിച്ചു തുടങ്ങിയെന്നും വെള്ളാപ്പള്ളി. യോഗനാഥം എഡിറ്റോറിയലിലെ ലീഗിനെതിരായ പരാമർശത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ G സുധാകരൻ. വെള്ളാപ്പള്ളി നേരത്തെ മുതലേ മുസ്ലിം വിരുദ്ധത പറയുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റേതാണ്. വെള്ളാപ്പള്ളി നടേശൻ നാളെ ലൈൻ മാറ്റും. ഇത്രയും കാലം പിണറായിയെ പിന്തുണച്ചു, നാളെ എന്താണെന്ന് ആർക്കറിയാമെന്നും വിമർശനം. ശബരിമലയിൽ പൂജകളുടെ മറവിൽ കഴിഞ്ഞ 10 വർഷമായി വൻ സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായി ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. കോടികളുടെ കൊള്ള നടന്നത് ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തിയ വ്യവസായി സന്നിധാനത്തെത്തിച്ചിരുന്ന സൗജന്യ പൂജാ സാധനങ്ങളുടെ മറവിൽ. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരാണ് തട്ടിപ്പിന് പിന്നിലെന്നും കൃത്യമായ തുക കണ്ടെത്താൻ ഓഡിറ്റിംഗ് വേണമെന്നും വിജിലൻസ് റിപ്പോർട്ട്. ആഗോള അയ്യപ്പ സംഗമം അബദ്ധമായി എന്ന് CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. തിരഞ്ഞെടുപ്പ് കാലത്തെ പ്രതിസന്ധികൾക്കെല്ലാം അയ്യപ്പ സംഗമം കാരണമായി. ഇടത് സർക്കാർ ഒരു കാരണവശാലും നടത്താൻ പാടില്ലാത്ത പരിപാടിയാണ് നടത്തിയതെന്നും വിമർശനം. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി സർക്കാർ നിർമ്മിച്ച ടൗൺഷിപ്പിൽ ആദ്യ കുടുംബം ഇന്ന് താമസം ആരംഭിച്ചു. ചൂരൽമല സ്കൂൾ റോഡ് സ്വദേശിയായ വിജയനും കുടുംബവുമാണ് ഇന്ന് മുതൽ താമസം തുടങ്ങിയത്. പാലുകാച്ചൽ ചടങ്ങിൽ മുൻമന്ത്രി OR കേളു ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. CBSE ഓൺ സ്ക്രീൻ മാർക്കറ്റിംഗ് സംവിധാനം സംബന്ധിച്ച പരാതികൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ല. പരാതിയുള്ളവർക്ക് പുനർമൂല്യനിർണ്ണയം നടത്താനാകും. OSM പരിശോധന ഇതാദ്യമായല്ല നടപ്പിലാക്കുന്നതെന്നും കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി അറിയിച്ചു. വയനാടിനും പാലക്കാടിനും തൊട്ടുപിന്നാലെ തൃശൂരിലും TVK ജില്ലാ ഘടകം രൂപീകരിച്ച ആദ്യ യോഗം ചേർന്നു. തൃശൂർ ജില്ലയിലെ ഒട്ടേറെ വിജയ് ആരാധകരെ അണിനിരത്തിയാണ് ആദ്യ TVK യോഗം ചേർന്നത്. വിജയ് ഫാൻസ് അസോസിയേഷന് കീഴിലെ അംഗങ്ങളെയാണ് ആദ്യഘട്ടത്തിൽ TVKക്ക് ക്ഷണിച്ചിട്ടുള്ളത്. മോദി സർക്കാരിനെ വിമർശിച്ചതിനാൽ ഹൈക്കോടതി ജഡ്ജി പദവി ലഭിക്കാതിരുന്ന അഭിഭാഷകനെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ച് വിജയ് സർക്കാർ. R ജോൺ സത്തിനെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. 2022 ജസ്റ്റിസ് വിക്ടോറിയ ഗൗരിക്കൊപ്പം ജോൺ സത്തിനെയും മദ്രാസ് ഹൈക്കോടതിയിലെ സുപ്രീം കോടതി കൊളീജിയം ശുപാർശ ചെയ്തിരുന്നു. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.